ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയമുള്ള സുഹൃത്തേ, എന്റെ പ്രിയമുള്ളവരെ, ഖിയാമത്ത് നാളിൽ നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. ഖിയാമത്ത് നാളിൽ വിചാരണ ഉണ്ടെന്ന് സത്യം തന്നെയല്ലേ? ആ ഖിയാമത്ത് നാളിലെ വിചാരണയിൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല. നമ്മൾ പതറാൻ പാടില്ല, നമ്മൾ മുട്ടുകുത്താൻ പാടില്ല. പ്രിയമുള്ളവരെ, അള്ളാന്റെ റസൂല് പഠിപ്പിക്കുന്ന സുദീർഘമായൊരു ഹദീസ് കേട്ടോ. അള്ളാന്റെ റസൂല് പഠിപ്പിക്കുന്ന ഹദീസ് എന്തെന്നറിയുമോ? ഖിയാമത്ത് നാളിൽ എല്ലാവരെയും വിചാരണ ചെയ്യപ്പെടുകയാ. ഖിയാമത്ത് നാളിൽ നിൽക്കുന്ന എന്നെയും വിചാരണ ചെയ്യും, നിങ്ങളെയും വിചാരണ ചെയ്യും. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, നിങ്ങളെയും അല്ലാഹ് വിചാരണ ചെയ്യും. ആ വിചാരണയിൽ നമ്മൾ ഒരിക്കലും പതറാൻ പാടില്ല, നമ്മൾ ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല. അള്ളാന്റെ റസൂല് പഠിപ്പിക്കുന്ന ഹദീസ് കേട്ടോ. ആദ്യമായി ഖിയാമത്ത് നാളിലെ ഒരു ഷഹീദായ മനുഷ്യനെ വിചാരണ ചെയ്യുകയാണ്. ഇന്ന അവ്വലൻ നാസി യുഖ്വാ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അതാ ഒരു ഷഹീദായ മനുഷ്യനെ വിചാരണ ചെയ്യുകയാണ്. അലൈഹി റജുലുൻ ഉസ്തുശ്ഹിദാ ഫൗതിയ ബിഹി ഫഅറഫഹു നിഅമാ ഫഅറഫഹാ. ഷഹീദായ മനുഷ്യൻ അള്ളാന്റെ മുമ്പിൽ അങ്ങ് കൊണ്ടുവരുന്നു. അള്ളാഹു അനുഗ്രഹങ്ങളൊക്കെ എണ്ണി എണ്ണി പറയുന്നു. ഞാൻ നിനക്ക് സമ്പത്ത് നൽകിയില്ലേ? ഞാൻ നിനക്ക് താമസിക്കാൻ ഇടം നൽകിയില്ലേ? ഞാൻ നിനക്ക് ജീവിക്കാൻ മാർഗങ്ങൾ കാണിച്ചു തന്നില്ലേ? സമ്പത്ത് തന്നില്ലേ? നിനക്ക് നല്ലൊരു ജോലി തന്നില്ലേ? നിനക്ക് ധരിക്കാൻ വസ്ത്രം നൽകിയില്ലേ? കഴിക്കാൻ ഭക്ഷണം നൽകിയില്ലേ? നീ ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടുന്ന എത്ര പേരുണ്ടെന്നറിയുമോ? നീ ഭക്ഷണം കഴിക്കുമ്പോ ദരിദ്രനായി കഴിയുന്ന, ഫക്കീറായി കഴിയുന്ന, മിസ്കീനായി കഴിയുന്ന എത്രയാളുണ്ടെന്നറിയുമോ? നിനക്ക് എല്ലാം ഞാൻ തന്നിട്ടും നിനക്ക് ഞാൻ എല്ലാം വാരിക്കോരി വിശാലമായിട്ട് തന്നില്ലേ? അല്ലാഹു അനുഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്നു. നിനക്ക് ഞാൻ എല്ലാം നൽകി, ജീവിക്കാൻ ഞാൻ ഇടം നൽകി, ധരിക്കാൻ ഞാൻ വസ്ത്രം നൽകി, നിനക്ക് ഞാൻ കുടുംബത്തെ പോറ്റാൻ നൽകി, നിനക്ക് എല്ലാ സഹായ സൗകര്യങ്ങളും ഞാൻ ഒരുക്കി തന്നു. പക്ഷേ എന്റെ പ്രിയമുള്ള മുഅ്മിനേ, നന്മകളെല്ലാം അറിയിച്ചിട്ട് അല്ലാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഖാൽ ഫമാ അമിൽത ഫീഹാ നീ എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തൂടാ? നിനക്ക് എല്ലാം ഞാൻ നൽകിയപ്പോ, നിനക്ക് സമ്പത്ത് ഞാൻ തന്നപ്പോ, നിനക്ക് ഭക്ഷണം ഞാൻ തന്നപ്പോ, നിനക്ക് വീട് ഞാൻ തന്നപ്പോ, ഇതെല്ലാം നിനക്ക് ഞാൻ വിശാലമായിട്ട് സുഖാഡംബരങ്ങളൊക്കെ ഞാൻ നിനക്ക് നൽകി. ഇതെല്ലാം നിനക്ക് തന്നിട്ടും ഫമാ അമിൽത ഫീഹാ, എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു? എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു? നീ ബിസിനസ് നടത്തി നിന്റെ കുടുംബത്തെ പോറ്റാൻ, വീട് നിർമ്മിച്ചു നിന്റെ മക്കൾക്ക്, ഭാര്യയ്ക്ക് വേണ്ടി. അതല്ലടാ ഫമാ അമിൽത ഫീഹാ, നീ എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു? ഖാല, ആ ഷഹീദായ മനുഷ്യൻ പറയുന്ന മറുപടി എന്തെന്നറിയുമോ? ഖാതൽതു ഫീകാ, നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്തു അല്ലാ, നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്തു റബ്ബേ, നിനക്ക് വേണ്ടി ഞാൻ യുദ്ധത്തിൽ അടറാടി അല്ലാ, നിനക്ക് വേണ്ടി ഞാൻ കാഫിരീങ്ങളെ കൊല ചെയ്തു അല്ലാ. ഏതുവരെ എന്നറിയുമോ? ഹത്താ ഉസ്തുശ്ഹിദ്തു, ഞാൻ ഷഹീദാകുന്നത് വരെ അല്ലാ നിനക്ക് വേണ്ടി ഞാൻ അടറാടി അല്ലാ, നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്തു അല്ലാ. എന്നിട്ട് അല്ലാഹു പറയുന്നൊരു മറുപടി എന്തെന്നറിയുമോ? അല്ലാഹു പറയുന്നൊരു സുദീർഘമായ മറുപടി എന്തെന്നറിയുമോ? കദബ്താ, പറയുന്നത് കള്ളമല്ലേ മനുഷ്യ, നീ ചെയ്തത് കള്ളമല്ലേ മനുഷ്യ, നീ യുദ്ധത്തിൽ അടറാടി ശരി തന്നെയാണ്, നീ യുദ്ധം ചെയ്ത് ശരി തന്നെയാണ്, കാഫിരീങ്ങളെ കൊല ചെയ്ത് ശരി തന്നെയാണ്. അതാർക്ക് വേണ്ടിയാണ് ചെയ്തത്? വലാകിന്നക ഖാതൽതലി അയ്യുഖാല ജരീ, നീ ധൈര്യശാലിയാണെന്ന്, നീ ധീരനാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ നീ യുദ്ധം ചെയ്തത്. നീ ധൈര്യവാനാണ്, നിനക്കതിന് കഴിവുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേടാ, നിന്റെ പേരൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ടല്ലേടാ നീ യുദ്ധം ചെയ്തത്. അതല്ലടാ ഫമാ അമിൽത ഫീഹാ, നീ
എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് അല്ലാഹു ചോദിക്കുമ്പോ നാളെ നമ്മളോടും ചോദിക്കുമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, രണ്ടാമതായി വിചാരണ ചെയ്യുന്നത് ആരോടെന്നറിയുമോ? രണ്ടാമതായതാ ആലിമായ ഒരു മനുഷ്യനോട്, തഅല്ലമൽ ഇൽമ പഠിച്ച ഒരു മനുഷ്യനോട്, ഖുർആൻ പഠിച്ച ഒരു മനുഷ്യനോട് അല്ലാഹു വിചാരണ ചെയ്യുന്നു. നല്ല താടിയും തലപ്പാവും ഒക്കെ ധരിച്ചുകൊണ്ട് താടിയൊക്കെ ഉള്ള ഒരു സുന്ദരനായ ഒരു ഉസ്താദ് അല്ലാഹുവിന്റെ അടുക്കൽ ചെല്ലുന്നു. റജുലുൻ തഅല്ലമൽ ഇൽമ വഅല്ലമ വഖറഅൽ ഖുർആൻ ഫൗതിയ ബിഹി ഫഅറഫഹു നിഅമ ഫഅറഫഹാ. അങ്ങനെ ആലിമായ ഇൽമു പഠിച്ച ഖുർആൻ പഠിച്ച മനുഷ്യൻ അല്ലാഹുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അല്ലാഹു അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞു. നിനക്ക് ഞാൻ എല്ലാം നൽകി, നിനക്ക് പഠിക്കാൻ ഞാൻ സൗകര്യങ്ങൾ ഒരുക്കി തന്നു, നിനക്ക് പഠിക്കാൻ ഞാൻ ബുദ്ധി തന്നു, ഓർമ്മ തന്നു, നിനക്ക് വസ്ത്രം നൽകി, നിനക്ക് പഠിക്കാനായിട്ട് എല്ലാ സുഖാഡംബരം നിനക്ക് നൽകി. എന്നിട്ട് ഫമാഅമിൽത ഫീഹാ ഫമാഅമിൽത ഫീഹാ, നീ എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തൂടാ? ഫമാഅമിൽത ഫീഹാ, നിനക്ക് എല്ലാ ആഡംബരങ്ങളും പറുദീസയായിട്ട് ഞാൻ തന്നിട്ട് ഫമാഅമിൽത ഫീഹാ, നീ എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു? നീ എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു? അപ്പോൾ ആലിമായ ഉസ്താദ് പറയുന്ന മറുപടി എന്തെന്നറിയുമോ? തഅല്ലംതുൽ ഇൽമ വഅല്ലംത. അല്ലാഹ്, ഞാൻ ഇൽമു പഠിച്ചു അല്ലാഹ്, വഖറഅതു ഫീകൽ ഖുർആൻ, നിനക്ക് വേണ്ടി ഞാൻ ഖുർആൻ പഠിച്ചു അല്ലാഹ്, നിനക്ക് വേണ്ടി ഞാൻ ഇൽമു പഠിച്ചു അല്ലാഹ്. അല്ലാഹു പറയുന്ന മറുപടി എന്തെന്നറിയുമോ? അല്ലാഹു ഇവിടെയും ആ പ്രയോഗം തന്നെ പ്രയോഗിക്കുന്നു. കദബ്ത കദബ്ത കദബ്ത, നീ പറയുന്നത് കള്ളമല്ലേടാ, നിനക്ക് ഞാൻ എല്ലാം തന്നു, നീ ഖുർആൻ പഠിച്ചത് എന്തിനാണ്? വലാകിന്നക തഅല്ലംത ലിയുഖാല ആലിം, നീ ആലിമാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ നീ പഠിച്ചത്. വഖറഅതൽ ഖുർആന ലിയുഖാല ഹുവ ഖാരി, നീ ഖാരിയാണ്, നീ ഹിഫ്ദ് ഖുർആൻ പഠിച്ചവനാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേടാ നീ ഖുർആൻ പഠിച്ചത്. എന്നിട്ട് അല്ലാഹു മലാകമാരെ വിളിച്ചിട്ട് പറയുന്നു, മലാകമാരെ, മലായിക, ഇവനെ നീ നരകത്തിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു കൊള്ളുക. പ്രിയമുള്ളവരെ, ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. നമ്മൾ ഏതൊരു അമല് ചെയ്യുമ്പോൾ നാട്ടുകാരെ കാണിക്കാൻ, കമ്മിറ്റിക്കാരെ കാണിക്കാൻ വേണ്ടിയാകരുത്. നമ്മുടെ ഏതൊരു നീയത്താകട്ടെ, എന്ത് കാര്യത്തിലും നമ്മുടെ എല്ലാ കാര്യത്തിനും അടിസ്ഥാനം എന്ന് പറയുന്നത് നീയത്താണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അമലുകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നീയത്താണ്. നമസ്കാരമായാൽ പോലും അങ്ങനെ തന്നെയാണ്. നമസ്കാരമാണ് ഈ കാലഘട്ടത്തിലുള്ള നമസ്കാരം തന്നെ നമ്മൾ വളരെയധികം സൂക്ഷ്മമായിട്ട് കാണേണ്ട ഒന്നാണ്. നമ്മൾ കൈ കെട്ടുന്നത് ഉസല്ലി ലില്ലാഹ്, ഉസല്ലി ഞാൻ നമസ്കരിക്കുന്നു, ലില്ലാഹ് നിനക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു കൈ കെട്ടും. എന്നിട്ട് നമ്മുടെ ചിന്ത എവിടെയാണ്? നമ്മുടെ ചിന്ത എവിടെയാണ്? പ്രിയമുള്ളവരെ, നമ്മൾ നമസ്കാരം പോലും നമ്മൾ മര്യാദ നമസ്കരിക്കുന്നില്ല എങ്കിൽ തഴവ ഉസ്താദ് പാടിയ ബൈത്ത് എങ്ങനെയെന്നറിയുമോ? ദീനിന്റെ തൂണിൽ പെട്ടതാ നിസ്കാരം, ഈമാൻ കഴിഞ്ഞാൽ പിന്നിതാ വിസ്താരം, വിജയം അതിൽ ഉണ്ടെന്നു വന്നാൽ പിന്നെ നിറുത്തുള്ളതാ മറ്റുള്ളതെല്ലാം തന്നെ. ജസദിന്റെ അമലിൽ നിന്നിതാണേ ഏറ്റവും, ഷഹാദത്തൈനി കഴിഞ്ഞ് പിന്നെ മഹത്വം. ആരോ നമസ്കാരം ഒഴിച്ചാൽ പിന്നെ ഒരു സ്ഥാനവും ഇസ്ലാമിലില്ലേ പൊന്നേ. ആരോ നമസ്കാരം ഒഴിച്ചാൽ പിന്നെ ഒരു സ്ഥാനവും ഇസ്ലാമിലില്ലേ പൊന്നേ. നമ്മുടെ നമസ്കാരത്തെ നമ്മൾ നന്നാക്കണേ. നമസ്കാരത്തിന്റെ നെയ്യത്ത് നന്നാക്ക് മനുഷ്യ. ചിന്ത മുഴുവൻ അല്ലാഹുവിലേക്കാക്ക്. എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, കുടുംബമാവട്ടെ, മക്കളാവട്ടെ, ഭാര്യയാകട്ടെ, എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഉസല്ലി ലില്ലാഹ്
ഞാൻ നമസ്കരിക്കുന്നു അല്ലാ എന്ന് കൈകെട്ടി ചിന്ത മുഴുവൻ അല്ലാഹുവിലേക്ക് അർപ്പിക്കടാ. അല്ലാ ഞങ്ങളുടെ നമസ്കാരങ്ങളൊക്കെ നീ കബൂൽ ചെയ്യണേ അല്ലാ. തെറ്റുകുറ്റങ്ങളൊക്കെ മാപ്പാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ നെയ്യത്തുകളെ നീ നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ നെയ്യത്തുകളെയൊക്കെ നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ സൽസ്വഭാവികളാക്കണേ അല്ലാ. അല്ലാ ഞങ്ങളുടെ നമസ്കാരത്തെ നീ സ്വീകരിക്കണേ അല്ലാ.